ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നല്ല വെതറാണ്, 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമ്മുടെ സമ്മർ ബാക്ക് പിന്നെ അപ്പം ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ഈവനിങ് വാക്ക് നടത്താമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ പാർക്കൊക്കെ സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. ഞാൻ കുറച്ചൊരു ഞങ്ങളുടെ നൈബർഹുഡിലുള്ള പാർക്കും അതിന് ചുറ്റുമുള്ള നടക്കാനുള്ള സ്ഥലമൊക്കെയാണ്. അവിടെ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സീനറിയും കൂടെ കാണിച്ചിട്ട് കുറച്ച് നേരം എൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും പാർക്കാണ്. പാർക്കിൻ്റെ ഇടയിലൂടെ ഒരു വാക്കിംഗ് വേ ഉണ്ട്. അപ്പം ചുറ്റുമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിലൂടെയാണ് സാധാരണ നടക്കാറ്. പല പല ഓപ്ഷൻസ് ഉണ്ട്. നല്ല മരങ്ങളുടെ ഇടയിലൂടെ നടക്കാൻ പറ്റും, ഈ പാർക്കിൻ്റെ എല്ലാം ഇടയിലൂടെ നടക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കാണാൻ എത്രയോ ഗ്രാൻഡ് മാസ് അവിടെ ഇരുന്ന് ചിറ്റ് ചെയ്യുന്നു, എല്ലാവരും എൻജോയ് ചെയ്യുന്നു. സമ്മറൊക്കെ കുറച്ച് കാലം ആയതുകൊണ്ട് തന്നെ ഓരോ സീസണും ഇവിടുത്തെ ആൾക്കാർ എത്രയോ നന്നായിട്ട് എൻജോയ് ചെയ്യും. അതാണ് ഈ കാണുന്നത്. എല്ലാവരും പുറത്തിറങ്ങി എത്രയും കുറച്ച് കാലം മാത്രമേ ഉള്ളത് കൊണ്ടുള്ള എൻജോയ്മെൻറ്റാണ് ഇത്. അങ്ങനെയാണ്, നമുക്ക് കിട്ടാത്തതാണല്ലോ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ നാട്ടിലുള്ള പോലെ എല്ലാ കാലവും ഇതാണെങ്കിൽ, എല്ലാ കാലവും സമ്മറൊക്കെ ആണെങ്കിൽ അത് എപ്പോഴും അവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ ഇവിടെ. അതുകൊണ്ട് തന്നെ പിള്ളേർക്കാണെങ്കിൽ വിൻ്ററൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ നൈബർഹുഡൊക്കെ എങ്ങനെയാണ്, പിള്ളേരൊക്കെ എത്ര നന്നായിട്ടാണ് എൻജോയ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടി ഗോ ലൈവാണ്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ട് പറയാം. എല്ലാവർക്കും അറിയുന്നത് പോലെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് പോലെ, റീലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഞാനൊരു ബിസിനസ് മെൻറ്ററാണ്. സ്വന്തമായി ഒരു ബിസിനസ് നടത്തുന്നു. അതിൻ്റെ കൂടെ ഒരു IT പ്രൊഫഷണലാണ്. പിന്നെ പാർട്ട് ടൈമായിട്ട് എൻ്റെ ബിസിനസ് നടത്തുന്നതാണ്. അപ്പം എൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ് എൻ്റെ ബിസിനസ്സൊക്കെ നടക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ബിസിനസ് പേജ് എനിക്ക് ആക്റ്റീവായിട്ട് വെക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റും ബിസിനസ് പേജും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. നമ്മുടെ ബിസിനസ് പേജിൽ നമ്മുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് എല്ലാ ഇൻഫർമേഷനും ഉണ്ടായിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിലൂടെ വരുന്ന ക്ലയൻറ്റ് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യും. എന്നാലാണ് നമ്മുടെ ട്രസ്റ്റ് ഫാക്ടറൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കൊണ്ട് ഞങ്ങൾ ബിസിനസ് പേജും ആക്റ്റീവായിട്ട് വെക്കാറുണ്ട്. അതിലുള്ള ഒരു ഭാഗമാണ് പിന്നെ ബിസിനസ് പേജിൽ ഞാൻ റീലൊക്കെ ഇടുന്നത്. പിന്നെ ഗോ ലൈവ് നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട്. മക്കളൊക്കെ വലുതായി, അവരൊക്കെ ഒരാൾ മൂവിങ് ചെയ്ത്, ഒരാൾ യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഒന്ന് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊന്ന് അപ്പാവാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്, ഒരു കോൺഫിഡൻസ് ലെവലും ഒക്കെ ആറ്റിറ്റ്യൂഡൊക്കെ മാറാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇത് ചെയ്യുന്നത്. അതന്നെ ഈ ബിസിനസ് നമുക്കൊരു മണി മാത്രമല്ല തരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി കൂടുന്നു, ആറ്റിറ്റ്യൂഡ് നന്നതാവുന്നു. പോസിറ്റീവ് തിങ്കിങ് ആണ് മെയിനായിട്ട് വരുന്നത്. നെഗറ്റീവ് തിങ്കിങ് ഒക്കെ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ ഉപകാരങ്ങളും ഇതിനെക്കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. മീൻസ് എനിക്ക് ആ ഉപകാരങ്ങളൊക്കെ കുറേ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ കൂടെ പല മോംസിനും, ചെറിയ പിള്ളേരുള്ള മോംസിന് ഇതൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ബിസിനസ്സാണ്. അവർക്ക് അവരുടെ കൂടെ മക്കളെ കൂടെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്നതുണ്ട്. പ്ലസ് നമ്മുടെ പേഴ്സണാലിറ്റി കൂടാനും നമുക്ക് എത്രയോ മൈൻഡ് സെറ്റ് ട്രെയിനിങ്ങും നമ്മുടെ മൈൻഡ് അപ്പാവാനുള്ള ട്രെയിനിങ്ങും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. ഒക്കെ ആയിട്ടുള്ളത്. അപ്പം പിന്നെ ഏതായാലും ഞാനൊന്നും കൂടെ തിരിച്ചു വെക്കാം. ഏതായാലും ഞാൻ തിരിച്ചു വരാം. ഇവിടെ ആണുങ്ങളൊരു ഭാഗം ഇരിക്കുന്നു, പെണ്ണുങ്ങൾ വേറൊരു ഭാഗം ഇരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. ഓക്കെ, എന്നാൽ ഏതായാലും നിർത്തുന്നു. ഇന്നത്തെ ഗോ ലൈവ് അധികം ആക്കുന്നില്ല. ഞാൻ എൻ്റെ സംഭവങ്ങൾ ഞാൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, എന്നാൽ താങ്ക് യു.